ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഫൈനായി സ്ലൈസ് ചെയ്തെടുത്ത സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വരുന്ന സമയത്ത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് 2 മിനിറ്റ് കവർ ചെയ്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മല്ലിയില വിതറി ചൂടോടെ സെർവ് ചെയ്യാം.